വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബൈ മാളവിക. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ട് കേട്ടോ. ഞാൻ വിളക്കൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. സോ ഇത്രയും ബ്രൈറ്റ്നെസ് ഞാൻ റൂമിൽ 2 ലൈറ്റൊക്കെ ഇട്ടിട്ട് അതുപോലെ ജനലൊക്കെ തുറന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വന്നിട്ട് ഇങ്ങനെ ബ്രൈറ്റ്നെസ് ഇട്ടാൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ആരും പേടിക്കണ്ട, അതായത് തുണികളൊന്നും കണ്ടിട്ട് പേടിക്കണ്ട. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന്. പിന്നെ എനിക്ക് എൻ്റെ സ്കാനിങ് 7th മന്ത് സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് 30 വീക്കാണ്. 30 വീക്കും ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തേക്ക്. അപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു, ആൾ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ, നമുക്ക് സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ ഫയല്. കേട്ടോ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട്. അപ്പോൾ എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഞാൻ മുമ്പത്തെ 5ാം മാസത്തെ സ്കാനിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 21 ശരിക്കും ഉള്ള ഡേറ്റ്. പക്ഷേ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ 17-ാം തീയതിയാണ് ഡേറ്റ് വന്നേക്കണത്. പക്ഷേ ഡോക്ടർ എനിക്ക് തന്നിട്ടുള്ള നിലവിലത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 1st വീക്കോട് കൂടിയിട്ട് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞേക്കണത്. അതായത് ഇതിപ്പോൾ ഏതാ മാസം? ഒക്ടോബർ, നവംബർ ലാസ്റ്റ് വീക്കായിട്ട് എനിക്ക് 37 വീക്കാവും. 37 or 38 ആ ഒരു സമയത്ത് എടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് സിസേറിയനാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്ന സമയത്ത് പോയിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ ആവട്ടെ. ചിലപ്പോൾ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ചിലപ്പോൾ വേഗമാവാം. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഇടയ്ക്ക് പെയിനൊക്കെ എന്താണെന്നറിയില്ല, ഒരു പെയിനാണോ അതോ എന്താ വയറും ടൈറ്റായിട്ടാണോ എന്നറിയില്ല. ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സ്കാനിങ് റിപ്പോർട്ടിൽ 17-ാം തീയതി തന്നെയാണ് ഡേറ്റ് നമുക്ക് തന്നേക്കണത്. പിന്നെ ഹാർട്ട് ബീറ്റൊക്കെ നോർമലാണ്. അതുപോലെ ഉണ്ണീരെ ഹെഡ് ബാക്കിയെല്ലാം നമുക്കിപ്പോൾ 30 വീക്കിലാണെങ്കിൽ അതിൻ്റേതായ വളർച്ചയ്ക്കുള്ള ഹെഡ് എല്ലാ സംഭവങ്ങളും എല്ലാ ഫീച്ചേഴ്സും ഒക്കെ നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എന്നെ ഹാപ്പിയായി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ 5ാം മാസത്തെ സ്കാനിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ വെയ്റ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അതായത് ഞാൻ വണ്ണം വെക്കുന്നുണ്ട്, ഓൾറെഡി വണ്ണം വെക്കുന്നുണ്ട്. മേ ബി ഇനി ചിലപ്പോൾ ഉണ്ണി വെയിറ്റ് കുറയൂ, അങ്ങനത്തെ കുറേ ടെൻഷനുണ്ട്. കാരണം നമ്മുടെ ഫസ്റ്റത്തെ ബബ്ലൂസ് എന്ന് പറയുന്നത് വെയിറ്റ് കുറവായിരുന്നു, 2405 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ബേബിയെങ്കിലും ഒരു 3 kg അടുത്തത് 2800. അധികം ഓവറായിട്ട് വെയിറ്റ് എക്സ്പെക്റ്റ് ചെയ്യണില്ല, അത് വേറെ കാര്യം. കാരണം ഛർദിയും പിന്നെ ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ്. പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഭക്ഷണത്തിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ണി വെയിറ്റ് വേണ്ടേന്ന് വെച്ചിട്ട് വലിച്ചു വാരി കഴിക്കണമെന്ന് മാത്രം. ഓവറായിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഉണ്ട്. അപ്പോൾ പിന്നെ ഒക്കെ നോക്കിയും കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 5ാം മാസത്തിൽ ഞാൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ വന്ന് പറഞ്ഞത് ബേബിയുടെ വെയിറ്റ് 310 ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു ദൈവം ഇനി 4 മാസം കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് ഉണ്ണി 3 kg അടുത്തൊക്കെ വെയിറ്റ് വരുമെന്നൊക്കെ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 7ാം മാസത്തിൽ, അതായത് കറക്റ്റ് 30 വീക്കിൽ ഇന്നലെ പോയി സ്കാൻ ചെയ്തപ്പോൾ 1.5 kg അടുത്ത് ഉണ്ണി വെയിറ്റ് ഇട്ടെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായിട്ടാണ്. കാരണം ഞാൻ ഇത്രയ്ക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 1 kg ഒക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വയറ് ഭയങ്കര കുറവാണ്, അടിവയറാണ് കേട്ടോ, തീരെ വയറില്ല. കാണുന്നവരൊക്കെ 7 മാസം അല്ലെങ്കിൽ 6 ഇത്രയും മാസമായി, പക്ഷെ കണ്ടാൽ തോന്നില്ല കേട്ടോ, കണ്ടാൽ പറയില്ല കേട്ടോ, അങ്ങനെയൊക്കെ ഒരു പറയുന്നത്. എനിക്ക് ആകെ എനിക്ക് സങ്കടം. അപ്പം ഞാൻ ഇടയ്ക്ക് ഏട്ടനോടും അമ്മയോടൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വയറ് കുറവാണല്ലോ, ഇനി വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ പറയും നീ ടെൻഷൻ അടിക്കണ്ട, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചിലപ്പോൾ വയറുണ്ടാവണമെന്നില്ല, ഉൾവയറായിരിക്കും, വയറധികം ഉണ്ടാവണമെന്നില്ല, ബേബി വെയിറ്റ് ഉണ്ടാവും, ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഇന്നലെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ലേബർ റൂമിൽ സ്കാനിങ് റൂമിൽ കയറിയത്. ബേബി വെയിറ്റ് ഉണ്ടാവണേന്ന്. 30 വീക്കിൽ വേണ്ട വെയിറ്റ് ഉണ്ട്. ഞാൻ ഒത്തിരി ഒന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. 30 വീക്കിൽ ഇപ്പോൾ എത്രയാണോ വെയിറ്റ് അത്രയും വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. കുഴപ്പമില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ സ്കാനിങ് റിപ്പോർട്ട് കിട്ടപ്പോൾ ആദ്യം വെയിറ്റാണ് ഞാൻ നോക്കിയത്. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു
അപ്പോൾ ഏട്ടൻ പറയും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയെങ്കിലും ഉണ്ടല്ലോ മനുഷ്യ എന്ന് പറഞ്ഞു ഞാൻ. ഓക്കെ, അപ്പോൾ വെയിറ്റ് 1.5 kg, അതായത് 1.4 സംതിങ് ഉണ്ട്. പിന്നെ ഒക്കെ നോർമലാണ്. ഉണ്ണിയുടെ ഹെഡ് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് താഴേക്ക് ഇറങ്ങി വന്നാലും മേളിലാണെങ്കിലും നമുക്കിപ്പോൾ നോർമൽ ഡെലിവറി ആവാനൊന്നും ഒരു ചാൻസും ഇല്ല. നമുക്ക് സിസെക്ഷൻ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഞാൻ സിസേറിയൻ എന്നുള്ളൊരു ഫസ്റ്റത്തതായതുകൊണ്ട് സെക്കൻഡാമത്തെ ഓൾറെഡി അതായിരിക്കുമല്ലോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാനിരിക്കണത്. സിസേറിയൻ എന്ന് പറയണത് നമുക്കറിയാം ഇത്തിരി പെയിൻഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. സംഭവം എന്ന് പറയണത് ആ ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന ടൈമും അത് കഴിഞ്ഞിട്ട് നമ്മളെ ഒബ്സർവേഷൻ വയ്ക്കില്ല ആ ടൈമിൽ കൈയും കാലൊക്കെ ഷിവർ ചെയ്യണതും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്കറിയാം എത്ര വേദനയുണ്ട്. അപ്പം ഞാനതൊക്കെ പഠിച്ച് പിന്നെ വേറൊരു സംഭവം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്ത് കാണും ഇൻഫെക്ഷൻ്റെ. അപ്പം അങ്ങനെയൊക്കെ മനസ്സിൽ ഞാനിങ്ങനെ ഇങ്ങനെ വെച്ച് എനിക്ക് അതിനുള്ള പേടിയില്ലാണ്ടായി. അതാണ് കേട്ടോ സത്യം. എപ്പോൾ വേണമെങ്കിൽ അല്ലെങ്കിൽ അയ്യോ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞാൽ വരെ നമുക്ക് ഭയങ്കര വേദനയും ടെൻഷനും ബ്ലഡ് കാണുമ്പോഴൊരു ബുദ്ധിമുട്ടൊക്കെ അല്ലേ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി നമുക്കതാണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഓൾറെഡി അങ്ങനെ വിചാരിച്ചിട്ട് മൈൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇരിക്കണത്. കഴിയോടെ തന്നെ അപ്പോൾ നമുക്ക് ഡോക്ടർ ഇത് സെറ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെന്താ, പിന്നെ ഇംപ്രഷനൊക്കെ സൂപ്പറാണ്, അടിപൊളിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ നന്നായിരിക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ അതിൻ്റെ ശരിക്കും നമ്മളത് ഈ കുട്ടീനെ വേണം എന്ന് വെച്ചിട്ടല്ല കേട്ടോ, നമ്മളത് അബോർഷൻ ചെയ്ത് കളയാനൊക്കെ നോക്കിയതാണ്. അപ്പോൾ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ആരുടെയൊക്കെയോ മിസ്സിങ് കൊണ്ടൊക്കെയാണ് നമുക്ക് സത്യത്തിൽ ഈ കുട്ടീനെ എനിക്ക് ദൈവം തന്നത്. അതിനൊക്കെ വേറെ കുറേയധികം സ്റ്റോറി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം അബോർഷൻ ചെയ്ത് കളയാൻ നോക്കിയതല്ല. എനിക്കതിനുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എനിക്ക് കാണുന്ന ശരീരം ഇത്ര വെയിറ്റൊക്കെ ഉണ്ടെന്നുള്ളൂ. എൻ്റെ ബോഡി ഒന്നിനും പ്രതിരോധശേഷി വളരെ കുറവാണ്, അങ്ങനെ തന്നെ വേണേൽ പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഡോക്ടറൊക്കെ കണ്ട് അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു സാറില്ല, എന്തായാലും മോനിപ്പോൾ 4-5 വയസ്സാവാനായില്ലേ, ഒരാൾ കൂടി വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് വേണം തന്നെ വെച്ച് ഇപ്പോൾ മുന്നോട്ട് പോണത്. അപ്പോൾ ഇങ്ങനെയായി. ആൾ സേഫായിട്ട് സെറ്റായിട്ട് പുറത്തേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞായി, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കേട്ടോ, ആരോഗ്യമുള്ളൊരു കുഞ്ഞാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എപ്പോഴും ഈ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, സെറ്റാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. ഇനി എനിക്ക് ഈ മാസം ലാസ്റ്റ് 33 വീക്കാവും. അപ്പോൾ ബ്ലഡും ഷുഗറും യൂറിനും എല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഫസ്റ്റത്തെ പ്രഗ്നൻസി കഴിയുമ്പോൾ ചിലർക്ക് ഷുഗർ തൈറോയ്ഡ് ഒക്കെ വരുന്നു. പക്ഷേ നിലവിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ബബ്ലൂസിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഷുഗറൊക്കെ നോർമലാണ്. ഇനിയിപ്പോൾ അടുത്തത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഓപ്പറേഷൻ ആകുമ്പോൾ അറിയാമല്ലോ കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വന്നിട്ട് ബി പോസിറ്റീവാണ്. അപ്പോൾ ബ്ലഡ് കിട്ടാനൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇന്നലെ അങ്ങനെ ഡോക്ടർ ഇങ്ങനെ സംസാരിച്ചു, ബ്ലഡ് കിട്ടാനൊന്നും ബ്ലഡിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് അടുത്ത മാസം ലാസ്റ്റായിട്ട് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ സമയത്ത് പ്രതീക്ഷിക്കാം. എന്തായാലും ഉണ്ണി വയറ്റിൽ സേഫായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നാളെ കിടന്നോട്ടെ, ഒന്ന് വെയിറ്റൊക്കെ ആവണങ്ങളായിക്കോട്ടെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നലെ സ്കാനിങ്ങിൽ പോയപ്പോൾ നമ്മൾ ഡോക്ടറെ മീറ്റ് ചെയ്യാൻ പോയപ്പോഴൊക്കെ ഡോക്ടർ നമുക്ക് പറഞ്ഞതിലുള്ള കാര്യങ്ങൾ. അങ്ങനെ ഞാൻ അവിടുത്തെ സ്കാനിങ്ങിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങനെ കാണിച്ച് തരുമൊന്നുമില്ല. ഉണ്ണീരെ മറ്റേ അൾട്രാസൗണ്ട് എന്നൊക്കെ പറയില്ലേ കമ്പ്യൂട്ടറിൽ, അതുവരെ കേൾപ്പിച്ച് തരില്ല അവർ. അപ്പോൾ ഞാൻ പിന്നെ ഈ പ്രാവശ്യം എത്തി നോക്കാനൊന്നിനും ഞാൻ പോയില്ല, അവിടെ കിടന്നു. ഇതാണ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. അത്ര തന്നെ. പിന്നെന്താ വിശേഷം? ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നലെയാണ് ഒരു ഡൈനിങ് ലൈഫിൻ്റെ വീഡിയോസൊക്കെ ഇട്ടത്. നമ്മുടെ ചാനൽ ഭയങ്കര
വ്യൂസ് ഭയങ്കര കുറവാണ്. കണ്ടിന്യൂസ്ലി വീഡിയോസ് തന്നെ ഇല്ല. അത് വേറെ കാര്യം. ആരത്? അത് ഞാനത് മനസ്സിലായി. അതെ, ഓക്കെ. അമ്മ വീഡിയോ എടുക്കുക, സംസാരിക്കരുത്. അമ്മ സംസാരിക്കാം, ഓക്കെ? ആ, അത് ഇന്നായിരുന്നു ഹെൽമെറ്റ് വന്നപ്പോൾ ആ വലിയൊരു ബോക്സ് ഉണ്ടല്ലോ, അത് അവൻ ചട്ടി ഉണ്ടല്ലോ, അതിങ്ങനെ ചെറുതാക്കിയിട്ട് പരത്തി വെച്ചേക്ക് അവന് കിടക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ ബെഡാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നടക്കണത്. എൻ്റെ അമ്മ കളിയൊക്കെ കഴിഞ്ഞാ? പിന്നെന്താ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്? പിന്നെ പറയാനുള്ളത് വേറെ ഒന്നുമില്ല, ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ശരീരത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പോവാ, ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ശരീരത്ത് വന്നിട്ടുണ്ട്. കഴുത്ത് കറക്കാനും പിന്നെ കണ്ണിൻ്റെ അടിയിട്ട്. അതെന്ത് ഈ സമയത്ത് കണ്ണിൻ്റെ അടി കറക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഭയങ്കരമായിട്ട് ഇതിപ്പോൾ വെളിച്ചത്തിനെന്ന് തോന്നുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡാർക്ക് അടിച്ചിട്ടിരിക്കുന്നുണ്ട് കണ്ണ്. ലിപ്പ് പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടും കെയർ ചെയ്യേണ്ടെന്ന് വയ്ക്കാം. അതിന് പതുക്കെ നമ്മുടെ തെറ്റുണ്ടാകും. പക്ഷെ കണ്ണിൻ്റെ അടി എന്താണെന്ന് അറിയില്ല, നല്ല രീതിക്ക് ഡാർക്കായിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ എനിക്ക് ആകെ കൂടി നല്ലത് തോന്നിയിട്ടുള്ളത് മുടി നല്ലോണം നീളം വെച്ചിട്ടുണ്ട്. മുടി കൊഴിയണില്ല. എനിക്ക് നല്ലോണം മുടി കൊഴിയായിരുന്നു, ഇപ്പോൾ തീരെ മുടി കൊഴിയണില്ല കേട്ടോ. ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ നല്ല രീതിക്ക് മുടി കൊഴിയും. ഓക്കെ, പിന്നെ എന്താ പറയാനുള്ളത്? ഇത്രയൊക്കെ തന്നെ നമ്മുടെ വിശേഷം. അതുപോലെ തന്നെ വയറൊക്കെ കുഞ്ഞ വയറാണ് എനിക്ക്. വലിയായിട്ടുള്ള വയറ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മതി, അത്രയും മതി. അത്രയ്ക്കല്ല സ്ട്രെച്ച് മാർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാവുള്ളൂ ആക്ച്വലി. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലെ വിശേഷങ്ങൾ. പിന്നെന്താ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് വാച്ച് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഏത് തരം വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കാണാൻ താല്പര്യമില്ലെങ്കിൽ അതും ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ 7ാമത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ പോട്ടെ. ടാറ്റു കൊടുത്തപ്പോൾ ബ്ലൂസ്